ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ സെൽഫ് ലവ് എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇന്നത്തെ ഒരു സെൽഫ് ലവും ഈ ഒരു കോൺസെപ്റ്റും തമ്മിൽ എന്ത് ബന്ധം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ, എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോള് രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ ഫാമിലി ഫുള്ളും. കാരണം ഒരാളും കൂടെ ആഡ് ഓൺ ചെയ്തല്ലോ നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പം അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം വേറൊരാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു മെമ്മറി ഭയങ്കര വലുതാണല്ലോ. അപ്പം അതും എൻ്റെ സെൽഫ് ലവ് തന്നെയാണ്. അത് എങ്ങനെ വരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എനിക്ക് ഈ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊന്നും അങ്ങനെയൊന്നും അല്ല. എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ ചെയ്തത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് സർപ്രൈസായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് എപ്പോഴും എനിക്കിഷ്ടം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ കസിൻ ലക്ഷ്മിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ ഷരു അല്ലെങ്കിൽ എൻ്റെ മാളൂട്ടിനെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ അതൊക്കെ ചെറിയൊരു എന്താ പറയുക, ഒരു ഗിഫ്റ്റും അവളെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം. കാരണം ഇന്ന് ഞാൻ രാവിലെ വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് ഞാനിന്ന് കാണാനൊന്നും വരില്ല, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു മൈൻഡിലായിരിക്കും അവളും ഇരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ഫുൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. കാരണം പുള്ളിക്കാരിയുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഇനി കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ജനിച്ച് വീഴുന്നതും ഡെലിവറിയിൽ തന്നെ എല്ലാവരും വീഡിയോ ഫോട്ടോസും എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഒരു കൺസെൻറ്റ് എടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പം ഈ വീഡിയോ എടുക്കുന്ന ആളുടെ ഒരു കംഫർട്ടും കൂടി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് എനിക്ക് ലക്ഷ്മിനെ ഒന്ന് പിക്ക് ചെയ്യണം. അതിൻ്റെ കൂടാതെ തന്നെ നമ്മുടെ മാളൂട്ടിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റും പിന്നെ അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഹോസ്പിറ്റലിലോട്ട് പോകാം. പോകുന്ന വഴിക്ക് എനിക്ക് നമ്മുടെ ലക്ഷ്മിനെ ഒന്ന് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ എന്നിട്ട് നമ്മൾ മാളൂട്ടിനെ സർപ്രൈസ് ചെയ്യാൻ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ലക്ഷ്മിയെ കിട്ടി. അങ്ങനെ നമ്മൾ ലക്ഷ്മിനെ പിക്ക് ചെയ്തു. പിക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബാക്കിയുള്ളവരും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. സോറി ഡിയർ, ഞാൻ നമ്മുടെ ഈ ഒരു വ്ളോഗിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതാ ലേറ്റ് ആയത്. സീറ്റ് നേരെ കിട്ടും. അപ്പം നമുക്കിനി എങ്ങോട്ടാ അടുത്ത പരിപാടി? കേക്ക് വാങ്ങാം. ഓക്കെ, അപ്പം ലക്ഷ്മി, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ആംബ്രോസിൽ നിന്ന് കേക്ക് മേടിക്കാം. ഓക്കെ, കേക്ക് മേടിച്ചതിന് ശേഷം പിന്നെ നീ പറഞ്ഞില്ലേ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന്. അപ്പം ഫ്ലവേഴ്സും ഒക്കെ മേടിച്ചിട്ട് ഇപ്പൊ സമയം എത്രയാ? 1 മണിയായി കേട്ടോ. 1 മണി. ഇപ്പൊ അവര് ഊണ് കഴിക്കുന്ന സമയമായിരിക്കും. നമ്മളിപ്പം പയ്യെ പോയാൽ മതി, ഒരു 2 മണിക്ക് ചെന്ന് കയറിയാൽ മതി. അപ്പൊ ഊണ് കഴിച്ച് കഴിയും. അതെ, അപ്പം നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 3:30 ആകുമ്പോൾ പൃഥ്വിനെ ഒന്ന് പിക്ക് ചെയ്യണം സ്കൂളിൽ നിന്ന്. കാരണം രതീഷേട്ടനില്ല. അപ്പോൾ രതീഷേട്ടനില്ലാത്തത് കൊണ്ട് എനിക്ക് പൃഥ്വിനെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും 3 മണി വരെ ഉള്ള പ്ലാനിങ്സ് ഒക്കെ നടത്താം. അത് മതി, അത് മതി. പുതിയ ഫോണൊക്കെ എങ്ങനെയുണ്ട്? പുതിയ ഫോണ് നല്ലതാണ്. ഞാൻ ശരിക്കും പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പം ഒരു പ്രീമിയം, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അഡ്വാൻസ്ഡ് ആണ്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് പഠിക്കണം. അപ്പൊ പല പല ആംഗിൾസിൽ നിന്നും പല പല പൊസിഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, ഇനിയിപ്പം ഫോണ് കിട്ടിയതിന്റെ ഒരാഴ്ച ഒരു ചൂടിട്ടാവുമല്ലോ നമുക്കെല്ലാം പഠിക്കാം. അതിനിപ്പം കണ്ടിന്യൂ ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. കാരണം അത് ഒത്തിരി ഇഷ്ടമാണ് യൂട്യൂബ് ചാനൽ ചെയ്യാനായിട്ട്. ഞാൻ ആക്ച്വലി നിനക്കറിയാലോ 4 വർഷം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതെ അതെ അതെ. അപ്പൊ 4 വർഷം മുമ്പ് തുടങ്ങിയ ചാനലാണ്. അന്ന് ഞാൻ പൃഥ്വി കുഞ്ഞായതുകൊണ്ട് അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഇട്ടിരുന്നത്. അപ്പം ഇതൊന്ന് പൊടി തട്ടി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റാണ് ഞാൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, സെൽഫ് ലവ്. കാരണം നമ്മളെ സ്നേഹിക്കുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മളെ തന്നെ മറക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ചില സമയത്തൊക്കെ.
അപ്പം അതിനി വേണ്ട. മാത്രമല്ല അതിലൊരു എക്സാമ്പിൾ ആണ് ചേച്ചിയുടെ ഡ്രൈവിംഗ് പാഠവും. ഓ കറക്റ്റ്. ഞാൻ ഡ്രൈവിങ്ങിന്റെ കാര്യം ഞാനൊരു വേറെ വ്ളോഗിൽ തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു വലിയൊരു കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യേണ്ടി വരും എൻ്റെ ഡ്രൈവിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാഫിക്കിലായിരുന്ന സമയത്തായിരുന്നു ഫോൺ ഉപയോഗിച്ചിരുന്നത്. പിന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പം അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്നേഹിച്ചാൽ മാത്രമല്ലേ നമ്മൾ കൂടെ ഉള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. അല്ല നമ്മളെപ്പോഴും ഇങ്ങനെ വെറീഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ടാവും. ദേഷ്യം, പണ്ടത്തെ അമ്മമാരുടെ എല്ലാം ഡ്രോബാക്ക് അതായിരുന്നു. അതെ, കാരണം അവരെപ്പോഴും മക്കളിലും ഫാമിലിയിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കാര്യം തന്നെ അവർ മറന്നുപോയി. അവസാനം ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ അയ്യോ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് ഡയബറ്റീസ് ഒക്കെ വന്ന് അമ്മ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് അമ്മയുടെ കാര്യം അമ്മ ശ്രദ്ധിക്കാതെയായി. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് ആ രീതിയിലേക്ക് എനിക്ക് പോകരുതെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മളുടെ കയ്യിലല്ലാത്ത രോഗങ്ങൾ നമുക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സിറ്റുവേഷൻസിലും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനാണ് ഞാനിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതും. കാരണം എൻ്റെ കൂടെ ഉള്ളവരെ ഹാപ്പി ആയിട്ടെന്നാൽ ഞാൻ ഹാപ്പി അല്ലേ? അതെ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പി. അതെ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കാര്യമാണ്. ഇനിയിപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആകുമോ മാത്രമേ എനിക്കൊരു പേടിയുള്ളൂ. കാരണം ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതെ, നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് ആംബ്രോസിയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കേക്ക് സെലക്ട് ചെയ്താലോ? ഏത് വേണം? ചോക്ലേറ്റ് വേണോ? മറ്റേ ഫ്ലേവർ വേണോ? അതേത് ഫ്ലേവറാണ്? അപ്പം നമുക്കൊരു കേക്ക് എന്തായാലും മേടിക്കാം. ഓക്കെ, ആ കേക്ക് തന്നെ സെലക്ട് ചെയ്യാം അല്ലേ? ഇങ്ങനെ മതിയല്ലോ. കൺഗ്രാറ്റ്സ് മാളൂട്ടി രാജൻ. We can write and that symbol. Yeah, that's fine. Yeah. അപ്പം നമ്മുടെ കേക്ക് സെറ്റായി. അടിപൊളിയല്ലേ? ചേച്ചി ആ ബസ് കണ്ടോ ചേച്ചി? അതിന്റെ പേരെന്താണ്? മാർ. ഞാനിപ്പോ ബസ് നോക്കി വേറെ വല്ല വണ്ടി ഉമ്മ വെച്ച് നിൽക്കും എന്റെ വണ്ടി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ നീ പരീക്ഷിക്കരുത്. അതാ ഒരു പരീക്ഷിക്കേണ്ട വിഷയമാണ്. ഗൈസ്, ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇപ്പം എന്താ നമ്മുടെ സ്വന്തം ലക്ഷ്മി പറയാണ് കേറ്റ് വിടോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. ഇവിടുത്തെ സമയം 4 മണിന്ന് പറയുന്നത്. ഇനി ഇവിടെ പോസ്റ്റ് ആവുമോന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. എന്തെങ്കിലും സംഭവിച്ച എന്റെ ലക്ഷ്മി എന്നെ കൊല്ലല്ലേ. അച്ഛൻ്റെ അച്ഛനാണ് തോന്നുന്നത്. അതെ, ഹലോ, സർപ്രൈസ് ബേബി. ഹായ് ഹായ്, ഹലോ ഹലോ. കൊച്ചിനെ വിളിച്ചു. ഇതാണ് നമ്മുടെ സ്വന്തം മാളൂട്ടി. ഇതാണ് ചേച്ചി, ഇപ്പോഴത്തെ തനു ചേച്ചി. തനിക്കുട്ടി, വാവയുടെ പേരെന്താ? വാവയുടെ പേരെന്താ? അനിയത്തിയുടെ പേരെന്താ? ഇതൾ. ഇതൾ. ഹാപ്പിയാണോ? 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 ഇതാണ് ഇതളിന്റെ അമ്മ, നമ്മളെ മാളൂട്ടി. ഇത് പിന്നെ നമ്മുടെ സ്ഥിരം ആച്ചിക്കുട്ടി. ഇതാണ് ഇതളിന്റെ അച്ഛൻ. അച്ഛൻ എക്സ്പീരിയൻസ് പറയൂ, രണ്ടാമത്തെ മോള് വന്നപ്പോൾ.
ആ ചിരി ആ ചിരിയിൽ തന്നെ കാണാം ആ സന്തോഷം അല്ലേ. എക്സ്പീരിയൻസ് ഇനിയാണ്. എന്താ പെട്ടെന്ന് മാസ്ക് വെച്ച് ഇതുവരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ചെറിയൊരു ചുമ. നല്ല കാര്യം, കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ മാസ്ക് വെക്കേണ്ട അത്യാവശ്യമാണ്. ഇതാണ് ഇതളുടെ അപ്പൂപ്പൻ, ഇതളുടെ അമ്മൂമ്മ, ഇതാണ് നമ്മുടെ ഇതൾക്കുട്ടി. പൊട്ടിച്ചു വെക്കുകയാണല്ലേ, പൊട്ടിച്ചെടുത്ത് വയ്ക്കുവാണ്. ഈ മാളുവിന്റെ എക്സ്പ്രഷൻ, മാളുവിന്റെ സന്തോഷമാണ് നമ്മുടെ മാളുമല്ല, ഇതിപ്പോ സ്കോർ ചെയ്തു. ഇത് മാറ്റാറ്. അങ്ങനെ നമ്മുടെ ഇതൾക്കുട്ടി നമ്മുടെ കുടുംബത്തിൽ വന്നതിന്റെ ഒരു ചെറിയൊരു സന്തോഷം കിട്ടിയതോ ഇവ കുട്ടി. തനിക്കുട്ടി അങ്ങോട്ട് നിൽക്കടാ. മാമയ്ക്ക് കൊടുക്കാനായില്ല. അമ്മയ്ക്ക് കൊടുത്തേ, അമ്മയ്ക്ക്. എനിക്ക് അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനെ കൊടുത്തേ, വാവ ഇറങ്ങിയിട്ട്. ഈ രാജനൊന്ന് കട്ട് ചെയ്ത് തരുമോ? ഇതിലേതാ രാജ്? രാജെന്ന് എഴുതിക്കുന്ന ഏതാ? രാജന്റെ സ്പെല്ലിംഗ് എന്താ? ഓക്കേ, എസ്സോ? ഇതെന്താ എഴുതിയിരിക്കുന്നത്? അമ്മൂമ്മയ്ക്ക് വാവ ഇപ്പൊ കൊണ്ടുപോണ്ടേ. പനിക്കുട്ടി എല്ലാവർക്കും കേക്ക് കൊടുത്തോ? പനിക്കുട്ടി കേക്ക് കൊടുത്തോ എല്ലാവർക്കും? കഴിക്കോ? പോവാണ്, രണ്ട് മൂലയായിട്ട് കാണാം. ആ, നീ കൂടെ കൊടുത്തു. തനു ബൈ ബൈ ബൈ. അപ്പം നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ ഗൈസ്, ഈ ഒരു കുട്ടി ക്യൂട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ കുട്ടി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.